ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള സൂപ്പർ ഹിറ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സീരീസ് ആണ്. കഥയുടെ പേര് ഇൻസ്പെക്ടർ ഋഷി. ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ 10 എപ്പിസോഡുണ്ട്. അതായത് ഏകദേശം ഒരു 7 മണിക്കൂറോളം വരും. സീരീസിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ട്വിസ്റ്റ് വേണോ ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലർ വേണോ ത്രില്ലർ ഉണ്ട്. അതായത് ഇത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്ത ഒരു സീരീസ് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓരോ എപ്പിസോഡും ഒന്നിനൊന്ന് മേച്ചത്. കഥയുടെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ തേൻകാട് എന്ന കോയമ്പത്തൂരിലെ ഒരു വനപ്രദേശം, അവിടെ തുടർച്ചയായിട്ട് വിചിത്രമായിട്ടുള്ള രീതിയിൽ ഓരോരുത്തർ കൊല്ലപ്പെടുകയാണ്. എന്നാൽ ഗ്രാമത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ആ ഫോറസ്റ്റില് വനയക്ഷി എന്നൊരു ശക്തിയുണ്ടെന്നും ആ ശക്തിയാണ് ഇവരെയൊക്കെ കൊലപ്പെടുത്തുന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തില് അവിടെ മറിഞ്ഞിരിക്കുന്ന മിസ്റ്ററീസ് എന്തൊക്കെയാണെന്ന് ഇൻസ്പെക്ടറായിട്ടുള്ള നമ്മുടെ ഹീറോ തേടി ഇറങ്ങാണ്. പിന്നീട് ചുരുളഴിഞ്ഞത് ട്വിസ്റ്റുകളാണ്. നല്ലൊരു കഥയും അതുപോലെ നല്ല വിഷ്വൽസുമായിട്ട് ഉറപ്പായിട്ടും മിസ്സാക്കാൻ പാടില്ലാത്ത അടിപൊളി ഒരു കഥയാണിത്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ ഇതിലും അടിപൊളി നല്ല കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തിൽ ഒരു 20 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഗ്രാമമാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഗ്രാമം ഒരു ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ്. ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ചെറിയ കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് നിലവിൽ അവർക്ക് എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്നതില് സംതൃപ്തിയോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രിയായപ്പോ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും കുളിച്ച് അണിഞ്ഞൊരുങ്ങിയിട്ട് എന്തോ ഒരു തരം പ്രത്യേക പൂജക്ക് റെഡിയാവാണ്. എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ആടിപ്പാടി അവർ ആ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ ചടങ്ങ് കഴിഞ്ഞുടൻ തന്നെ അവര് നേരെ ഒരു വലിയ ഗുഹയുടെ അരികിലുള്ള അവര് വണങ്ങുന്ന ദൈവം തോന്നുന്നുണ്ട് ആ ഒരു ശിലയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് കയ്യിലേന്തി വന്ന തീപ്പന്തം കാണിച്ചുകൊണ്ട് അവരെന്തൊക്കെയോ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു വലിയ കിണറുണ്ട്. അതിന്റെ ഉള്ളില് നിറയെ മരങ്ങൾ ഇട്ടിട്ട് തീ വെച്ച് അവര് കത്തിക്കുകയാണ്. അതിനുശേഷം ആ ഗ്രാമത്തിലെ തലവയായിട്ടുള്ള സ്ത്രീയിലെ അവര് ആദ്യം തന്നെ ആ കിണറ്റില് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് എടുത്ത് ചാടുകയാണ്. അതിനുശേഷം ആ ഗ്രാമത്തിലെ ഓരോരുത്തരായിട്ട് അവരുടെ പിന്നാലെ ആ തീയിലേക്ക് ചാടിയിട്ട് അവരുടെ ജീവൻ തന്നെ ബലി അർപ്പിക്കുകയാണ്. ഈ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ വിശ്വാസം എന്താണ്, അവരെന്തിനാണിപ്പോ ജീവൻ ബലി കൊടുക്കുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ആ ഗ്രാമത്തിലെ ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു വലിയ മരമാണ്. ആ മരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വരാണ്. എന്നാൽ കാണുമ്പോൾ ഒരു സ്ത്രീയുടെ രൂപം പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് ശരിക്ക് സ്ത്രീയല്ലാന്ന് ഉറപ്പാവുന്നുണ്ട്. കാരണം അവര് നടക്കുന്ന കാണുമ്പോൾ തന്നെ ഏതൊരു ജീവി നടക്കുന്ന പോലെ. അതുപോലെ അതിന്റെ തലയിലായിട്ട് 2 കൊമ്പും കാണുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ശക്തിയെ പുറത്തു കൊണ്ടുവരാനായിരിക്കോ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അവരുടെ ജീവൻ ബലി കൊടുത്തെന്ന് പോലും നമുക്ക് സംശയം തോന്നില്ലേ. അടുത്ത സീനിലെ പ്രസന്റിലെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഏതോ ഒരു ഫോറസ്റ്റില് കുറേയധികം ആനകള് തടിച്ചുകൂടിയിട്ടുള്ള സ്ഥലത്തേക്ക് ചില ഫോറസ്റ്റ് ഓഫീസേഴ്സ് വരികയാണ്. ഈ ഒരു ഓഫീസേഴ്സിനെ ലീഡ് ചെയ്യുന്ന ഹെഡിന്റെ പേരാണ് സത്യ. സത്യ ഒരു ഭയമില്ലാതെ ആ ഒരു ആനയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സത്യക്ക് മൃഗങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അങ്ങനെ ആനയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് ആനക്കൂട്ടത്തില് ഒരു ആനയ്ക്ക് മുറിവ് പറ്റിയതാണെന്നും അതിന് ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ആനകൾ വന്നിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ബാക്കി ആനക്കൂട്ടത്തിനോട് സത്യ ആ കാര്യം കൺവേ ചെയ്യുമ്പോൾ ആ ഒരു ആനകളിലെ അനുസരണ കുട്ടികളെ പോലെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് തന്റെ ടീമിനോട് കാര്യം പറഞ്ഞിട്ട് അവരെ ആ ഒരു മുറിവ് പറ്റിയ ആനയുടെ അരികിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴാണ് ഇതിന്റെ കാലിലാണ് മുറിവ് പറ്റിയെന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് ആ ഒരു ആനയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അല്ല, ആനകൾക്ക് എങ്ങനെയാ കാലിൽ നിന്ന് മുറിവെന്ന് നോക്കുമ്പോഴാണ് മുറിവിലൊരു ചില്ലിന്റെ പീസ് കാണുന്നത്. അതായത് കാട്ടിലേക്ക് ട്രെക്കിങ്ങിനൊക്കെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അടുത്ത ഗ്രാമത്തിലെ ആളുകളൊക്കെ മദ്യപിച്ചിട്ട് ചില്ല് കുപ്പികൾ വലിച്ചെറിഞ്ഞ് പോരല്ലേ, അങ്ങനത്തെ കുപ്പികൾ പൊട്ടിയിട്ടാണ് ആനയുടെ കാലിൽ കയറിയത്. ആ ഒരു കാര്യം മനസ്സിലായപ്പോ ആ ടീമില് ഒരു ക്ലീൻ ഷേവ് ഇല്ലേ, ഇങ്ങനെയുടെ പേരാണ് ഇർഫാന്. അയാള് കാട്ടിലേക്ക് ട്രെക്കിങ്ങിന് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എല്ലാ പയ്യന്മാരെയും എല്ലാരെയും പച്ചക്ക് പറയുന്നുണ്ട്. അപ്പൊ സത്യ ഇനി ഇതുപോലെ കാട്ടില് ആരും ബോട്ടിലിടാതിരിക്കാനേ ഒന്നുകൂടി കെയർ എടുക്കണം, നല്ല പിഴ തന്നെ വെച്ചു കൊടുക്കണം. അടുത്ത സീനില് റോബർട്ട് എന്ന ഒരുത്തനിലെ നട്ട പാതിരാത്തേക്ക് കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ടോർച്ച് കടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വന്ന ഭാഗത്തൂടെ തിരിച്ചു പോകാനായിട്ട് ഓരോ മരത്തില് റോബർട്ട് അടയാളം വെക്കുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റോബർട്ടിന് മനസ്സിലാവുന്നത് ഓൾറെഡി താൻ വന്നിട്ടുണ്ടായിരുന്ന അതേ ഭാഗത്തേക്ക് തന്നെയാണ് ഒരു ചുഴലി പോലെ താൻ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നത്. അല്ല, ഞാൻ ഈ ഭാഗത്തേക്കല്ലല്ലോ, ഞാൻ വേറൊരു ഭാഗത്തേക്കാണല്ലോ പോയെ. ശരിക്ക് എന്തെവിടെ സംഭവിക്കുന്നതെന്ന് അവൻ ഭയന്ന് നിൽക്കുമ്പോഴാണ് അവന്റെ പിന്നിലെ ഏതോ ഒരു രൂപമുള്ള പോലെ അവന് തോന്നുന്നത്. ആ ഒരു രൂപം ഏതെന്ന് വെച്ചാല് കുറച്ചു മുൻപ് നമ്മളൊരു മരത്തിൽ നിന്ന് കൊമ്പൊക്കെയുള്ള ഒരു രൂപം വന്നത് കണ്ടിരുന്നില്ലേ, അതേ രൂപം തന്നെയാണ്. റോബർട്ട് എന്താണ് പിന്നിലെന്ന് തിരിഞ്ഞു നോക്കിയില്ല. ആ ഒരു രൂപം അവന്റെ കഥ കഴിക്കുകയാണ്. അടുത്ത സീനില് കുറച്ചു നേരത്തെ നമ്മൾ 2 ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ സത്യയും ഇർഫാനും കണ്ടിരുന്നില്ലേ. അവരുടെ ടീമിലെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പുനിത
എന്ന ഒരു പെൺകുട്ടി കാട്ടിന്റെ ഉള്ളിൽ എന്തോന്ന് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കൂട്ടിക്കൊണ്ടിരാണ്. നോക്കുമ്പോൾ ആ ഒരു കാട്ടിലെ ഒരു വലിയ മരമില്ലേ ആരോ മുറിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇർഫാൻ പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ഈ ഒരു മരം അതുപോലെ ഏകദേശം ഈ ഒരു ഏരിയയിലെ നോട്ടിൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കേ. അതുപോലെ ഈ കാട്ടിലെ വേറെ എവിടെയെങ്കിലും ഇതുപോലെ മരം മുറിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യേ. അങ്ങനെ പുനിതവും ആ ഒരു കാട്ടില് വേറെ മരം മുറിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ കുറച്ചു നേരം ചെക്ക് ചെയ്ത ശേഷമാണ് അവളെ എന്തോന്ന് കണ്ടു ഭയന്നിട്ട് നമ്മുടെ സത്യയും ഇർഫാനും വിളിക്കുന്നത്. അവര് പോയി നോക്കുമ്പോ അവിടെ ഏതോ ഒരാള് കൊല്ലപ്പെട്ട് കിടക്കാണ്. അത് വേറെ ആരുമല്ല, കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ട റോബർട്ടിലെ അവൻ തന്നെയാണ്. അവന്റെ ശരീരത്തിന് ചുറ്റുമായിട്ട് നമ്മുടെ ചിലന്തി വലയിലെ അതുപോലെ എന്തോ വല ചുറ്റിയിട്ടുണ്ട്. എന്നാല് കഴിഞ്ഞ രാത്രിയല്ലേ റോബർട്ട് കൊല്ലപ്പെടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ശരീരത്തില് ഇത്രത്തോളം വലകള് എങ്ങനെയായിരിക്കും ചുറ്റപ്പെട്ടിട്ടുണ്ടാവുക നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് ഒരു കുടുംബത്തില് ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മളൊരാളെ കാണുന്നില്ലേ, ഇങ്ങനെയുടെ പേരാണ് അയ്യനാര്. അയ്യനാരുടെ വല്യമ്മ മരണ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നാളു മുൻപാണ് അയ്യനാരുടെ കല്യാണം കഴിയുന്നത്. എന്നാൽ ആ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്ന ശേഷമാണ് ഈ വീട്ടിൽ ഈ ഒരു ദുശകനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുടുംബത്തിലെ എല്ലാ ആളുകളും അയ്യനാര് കേൾക്കെ തന്നെ ഒച്ചത്തിൽ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാൻ പറ്റാതെ മനസ്സിന് സങ്കടമായിട്ട് അയ്യനാരോട് എഴുന്നേറ്റ് പോവാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ചടങ്ങ് കഴിയുന്നതിന് മുമ്പ് നീ ഇതെങ്ങോട്ടാ? അമ്മ ജോലിക്ക് പോകണം, കുറച്ച് തിരക്കുണ്ട്. ജോലിക്കാണെങ്കിലും ഓക്കെ, എന്നാൽ നിന്റെ മനസ്സിൽ അവളെ വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുള്ള ചിന്തയാണെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചേക്ക്. അത് നടക്കില്ല. ഓൾറെഡി നമ്മുടെ മുത്തശ്ശി മരിക്കാനുള്ള കാരണം അവളാ. നിനക്കറിയാലോ, വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടുവന്നാല് അവള് വന്നാല് പിന്നെ ഇനി ആരൊക്കെയാ മരിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇതുപോലെ രാശിയില്ലാത്ത ഒരുത്തിയാണല്ലോ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അപ്പോഴാണ് അങ്ങേർക്കൊരു കോള് വരുന്നത്. നോക്കുമ്പോൾ തന്റെ കൂടെ ജോലി ചെയ്യുന്ന ചിത്ര എന്ന ഒരു അസിസ്റ്റന്റാണ് വിളിച്ചിട്ടുള്ളത്. അതായത് കുറച്ചു നേരത്തെ കാട്ടിനുള്ളിൽ റോബോട്ട് എന്നൊരാൾ കൊല്ലപ്പെട്ടിരുന്നില്ലേ, ആ ഒരു കേസ് പുതിയ വേറെ ഓഫീസർക്കാണ് കൈമാറിയിട്ടുള്ളത്. നമ്മളോട് വേഗം തന്നെ ആ ഒരു സീനിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ അയ്യനാരും ചിത്രയും പോലീസ് ഓഫീസേഴ്സ് ആണ്. എന്നാൽ അയ്യനാര് പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ തനിക്കാണ് കിട്ടാൻ പോകുന്നതാണ്. എന്നാൽ താൻ പ്രതീക്ഷയോടെ നടന്നില്ല. വേറെ ആർക്കോ അല്ലേ ആ ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത്. അതിൽ അങ്ങേർക്ക് നല്ല കലിപ്പുണ്ട്. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അയ്യനാരും ചിത്രയും കൂടി നമ്മുടെ റോബോട്ടിന്റെ ബോർഡ് കിട്ടിയ ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്നാൽ ഓൾറെഡി അവിടെ വേറൊരാള് ആ ഒരു ഏരിയ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ഇങ്ങേര് തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ഇൻസ്പെക്ടർ ഋഷി. ചിത്രയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ള ഒരു ഫയൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഹീറോയ്ക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഫയലിലെ റിപ്പോർട്ട് ഓൾറെഡി എനിക്കറിയാം, അതിനെക്കുറിച്ചല്ല നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അത് കേട്ടപ്പോൾ അയ്യനാരിന് നല്ലോണം ചൊറിഞ്ഞു കയറുന്നുണ്ട്. അല്ല സാറേ, നിങ്ങളെന്താ ഞങ്ങൾ പരീക്ഷിക്കുക, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. അപ്പൊ ഹീറോ, എന്റെ ബിഹേവിയർ എങ്ങനെയാ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താലേ പിന്നെ ഫുൾ ഫോക്കസ് അതിലായിരിക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് പറ്റില്ലേ പറഞ്ഞാൽ മതി, ഞാൻ ഹയർ ഓഫീസേഴ്സിനോട് പറഞ്ഞിട്ട് വേറെ നല്ല ചുണക്കൂട്ടികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കാം, പറ്റില്ലെങ്കിൽ നിങ്ങൾ വിട്ടോ. അത് കേട്ടപ്പോൾ അയ്യനാരിന് വല്ലാതെ ദേഷ്യം വന്നിട്ട് അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു കരുതുമ്പോൾ കുറച്ച് ദൂരെ പോയിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം റോബർട്ടിന്റെ മരണം അറിഞ്ഞുടൻ തന്നെ അവർ ഫോറസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതും ആ ഒരു സമയത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ഫോറസ്റ്റ് ഓഫീസേഴ്സ് ബോഡി കണ്ടുടൻ തന്നെ നമ്മുടെ അയ്യനാരെയും ചിത്രയാണ് വിളിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ അവർ ആ ബോഡി കാണാൻ വന്നപ്പോൾ വല്ലാതെ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ബോഡി ചെക്ക് ചെയ്തപ്പോൾ ആ ബോഡി മുഴുവനായിട്ട് ചിലന്തി വലയിട്ട് കെട്ടിയിട്ടില്ലേ. എന്നാൽ 1-2 ദിവസം മുമ്പ് മരണപ്പെട്ട ഈ ബോഡി മാസങ്ങളോളം ടൈം എടുത്തിട്ട് ഒരു ചിലന്തി വലയിട്ട പോലെ എങ്ങനെയാ വല കിട്ടുക? ആ ഒരു ചിലന്തി വല കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് ഹീറോയോട് പറയുന്നുണ്ട്. അപ്പൊ ഹീറോ ചിത്രയോട്, അല്ല നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? അപ്പോൾ ചിത്ര എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത് അവൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഹീറോയോട് പറയുന്നുണ്ട്. അവൾ ആ ക്രൈം സീനിൽ എത്തിയപ്പോൾ ആദ്യം തന്നെ റോബോട്ടിന്റെ ബാഗ് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. എന്നാൽ ആ ബാഗിന്റെ ഉള്ളിൽ വിലപിടിപ്പുള്ള ക്യാമറ ലെൻസും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും കട്ടുപോയിട്ടില്ല. അപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾക്കോ പൈസക്കോ വേണ്ടിയിട്ടല്ല ഇവനെ എന്തായാലും കൊലപ്പെടുത്തിയത്. അപ്പോഴാണ് അവന്റെ ബോഡി ഉണ്ടായിരുന്ന ആ ഒരു ഏരിയയിലില്ലേ കുറച്ച് പൂക്കൾ ഞാൻ കാണുന്നത്. എന്നാൽ അതുപോലുള്ള പൂവുള്ള മരം അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ അടുത്തൊന്നുമില്ല. കുറേ ദൂരെയായിട്ടാണ് ആ മരം ഉള്ളത്. അത്രയും ദൂരമുള്ള മരത്തിലെ പൂ പൊഴിഞ്ഞാല് എന്തായാലും ഇത്രക്ക് ദൂരത്തേക്ക് പറന്ന് വന്ന് വീഴയില്ല. അതിൽ നിന്നൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ആരോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അവനെ കൊലപ്പെടുത്തിയിട്ട് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൂ വിതറിയിട്ട് പോയത്. എന്നാൽ ആ ഒരു പൂ അത് സാധാരണ പൂവല്ല, അത് വിഷം കലർന്ന പൂവാണ്. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഹീറോ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വിഷ്വൽസും ഹീറോയുടെ മുൻപിലൂടെ പോകുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഫോറൻസ് ഓഫീസേഴ്സ് ഇല്ലേ അവർ വന്നിട്ട് അവരെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഹീറോ തന്നെ കുറിച്ച് പറയാണ്. എന്നിട്ട് ഇർഫാനോട് മരണപ്പെട്ട റോബർട്ട് അവൻ എവിടെയാ സ്റ്റേ ചെയ്തിട്ടുണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് ദൂരെ തന്നെയാ. അങ്ങനെ അവൻ സ്റ്റേ ചെയ്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഹീറോയുടെ ഫോണിൽ റേഞ്ച് കാണിക്കുന്നില്ല. അപ്പൊ ഇർഫാന് സാറേ ഇവിടെ റേഞ്ച് കിട്ടില്ല. എന്നാൽ പിന്നാലെ വരുന്ന അയ്യനാറിലെ ചിത്രയോട് പറയുന്നുണ്ട്, അല്ല ഈ ഋഷി അങ്ങനെ ആരാന്നൊരു വിചാരം വല്ലാതെ സീൻ ഇറക്കുന്നുണ്ട്.
എനിക്കാണെങ്കിൽ അവന്റെ പെരുമാറ്റം തീരെ പിടിക്കുന്നില്ല കേട്ടോ. അപ്പൊ ചിത്ര നീ ഒന്ന് മെല്ലെ പറ, അയാളെങ്ങനെ കേട്ട് കഴിഞ്ഞാല് നീ വേണമെങ്കിൽ പണി വാങ്ങിച്ചോ, എനിക്കും പണി തരില്ലേ, കുറച്ചേരൊന്ന് മിണ്ടാതെ വരുമോ. നമ്മുടെ റോബർട്ട് അവൻ സാധാരണ കാട്ടിലേക്ക് ഫോട്ടോസ് എടുക്കാൻ പോകുമ്പോ ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അങ്ങനെ പോവാറ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇതിനു മുൻപും പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പൊ ഹീറോ ഇപ്രാവശ്യം പോകുമ്പോ പെർമിഷൻ ചോദിച്ചിരുന്നോ? സാറേ അതിന് ഓൾറെഡി കൊടുത്തുള്ള പെർമിഷൻ ഇല്ലേ, അത് പകല് പോവാൻ മാത്രം, രാത്രി പോവാന് ഒരു പെർമിഷനും ഇല്ല. നമ്മളാരും കാണാതെ അറിയാതെയാണ് അവൻ രാത്രി പോയത്. അപ്പൊ ഹീറോ അല്ല ഓൾറെഡി ഫോറസ്റ്റില് നിങ്ങളുടെ ചില ഗാർഡുകള് പ്രൊട്ടക്ഷൻ ഉണ്ടാവാറില്ലേ, അവര് പോലും കണ്ടില്ല റോബർട്ട് കാട്ടിലേക്ക് പോയതിൻ്റെതോ അല്ലെങ്കിൽ അവന് അപകടം സംഭവിച്ചതിൻ്റെയോ സൗണ്ടോ അങ്ങനെ ഒന്നും കേട്ടൂല. അപ്പൊ ഇർഫാൻ പറയുന്നുണ്ട് സാറേ അതിന് നമ്മുടെ ടീമിൽ കുറച്ച് ആളുകളേ ഉള്ളൂ, നമുക്ക് എല്ലാ ഭാഗം കൂടി എങ്ങനെയാ കവർ ചെയ്യാൻ പറ്റുക. ഓൾറെഡി കുറെ നാളായിട്ട് കുറച്ച് ഗാർഡ്സിന് വേണ്ടി പറയുന്നുണ്ട്, എന്നാൽ ഗവൺമെന്റ് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഹീറോയോട് പറഞ്ഞപ്പോ ഹീറോയും അവരെ പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം ഹീറോ തന്റെ അസിസ്റ്റന്റായ ചിത്രയോടും അയനാരോടും പറയുന്നുണ്ട് ഓൾറെഡി നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് റോബോട്ടിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നാലും എന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയാലോ. അതിനെന്താ സാറേ, നമുക്ക് പോയി കളയാം. അങ്ങനെ അവര് 3 പേരും കൂടി ആ ഒരു ഗ്രാമത്തില് ഓൾറെഡി അവര് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന പലരോടും റോബോട്ടിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവര് ചോദിക്കുന്നത് കുറച്ച് ദൂരെ നിന്നിട്ടാണ് നമ്മുടെ ഹീറോ വാച്ച് ചെയ്യുന്നത്. അങ്ങനെ റോബോട്ട് സാധാരണ ആരുമായിട്ടൊക്കെയാണ് സംസാരിക്കാറ്, അവരോടൊക്കെ അന്വേഷിക്കുമ്പോൾ റോബോട്ടിന്റെ സ്വഭാവത്തില് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, അവനോട് ആർക്കും ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. അപ്പോഴാണ് റോബോട്ട് സാധാരണ ഒരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലാവുന്നത്. ആ ഒരു ഓണറിനെ ബായ എന്നാണ് വിളിക്കാറ്. അപ്പൊ അങ്ങേരോട് ചോദിക്കുമ്പോൾ അല്ല നിങ്ങളല്ലേ 2 ദിവസം മുമ്പ് റോബോട്ടിനെ കുറിച്ച് ചോദിച്ചേ, പിന്നെ നിങ്ങൾക്ക് എന്താ അറിയണ്ടേ, അതെന്തെങ്കിലും ആവട്ടെ, അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. അന്ന് സാധാരണ പോലെ തന്നെ റോബോട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വന്നേ, എന്നാൽ ലേറ്റ് ആയപ്പോ ഭാര്യ വിളിച്ചിട്ടാണെങ്കിൽ വല്ലാതെ എന്റെ തല തിന്നുന്നുണ്ടായിരുന്നു. അല്ല നിങ്ങളുടെ ഭാര്യ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോയാൽ പോരായിരുന്നു. അതിന് സാറേ ഇവിടെ ജോലി ചെയ്യുന്നൊരു പയ്യനുണ്ട്, അവനന്ന് നേരത്തെ പോയതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അല്ല അന്ന് നേരത്തെ പോയ പയ്യൻ ആരാണെന്ന് അസിസ്റ്റൻസ് അങ്ങനോട് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഇല്ലേ, ആ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു വെയിറ്റർ ഉണ്ട്, അവന്റെ പെരുമാറ്റത്തില് എന്തോ പന്തികേട് തോന്നിയിട്ട് അവനെ തന്നെ നോട്ടിടുകയാണ്. കുറച്ചു നേരത്തെ ബായ് പറഞ്ഞ അന്ന് നേരത്തെ കടയിൽ നിന്ന് പോയിന്ന് പറഞ്ഞില്ലേ, അതേ പയ്യനും ഇവൻ തന്നെയാണ്, അവന്റെ പേരാണ് അബ്ദു. അപ്പൊ ഹീറോ അവനെ ഒന്ന് കൂട്ടിട്ട് വന്ന് പറഞ്ഞപ്പോ അവൻ പേടിച്ചു വരണ്ട് അവിടെ നോടി തള്ളുകയാണ്. ആഹാ അങ്ങനെ പേടിച്ചോടണമെങ്കിൽ എന്തോ പന്തികേടുണ്ടല്ലോ. അങ്ങനെ ഹീറോയുടെ 2 അസിസ്റ്റൻസും അവനൊരു സ്ഥലത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യാണ്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവനോട് ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല മോനെ നീ എന്താടാ നമ്മളെ കണ്ടപ്പോ പേടിച്ചോടി തള്ളാൻ നോക്കിയേ. അത് ഒന്നുമില്ല സാറേ, റോബോട്ടിന്റെ മർഡർ എന്റെ തലയിൽ വെച്ച് തരുമെന്ന് പേടിച്ചിട്ടാ. നമ്മുടെ നാട്ടില് ഇതിനു മുൻപും ഇതുപോലെ പല മരണവും നടന്നിട്ടുണ്ട്. പോലീസിന് കുറ്റവാളിയെ കിട്ടിയിട്ടില്ലെങ്കിൽ നാട്ടിൽ ആരുടെങ്കിലും തലയിലാണ് ആ കേസ് വെച്ചു കൊടുക്കാറ്. ഇനിയിപ്പോ നിങ്ങളുടെ പ്ലാൻ അതാണെങ്കിലോ. അപ്പൊ ഹീറോ ഇതിനു മുൻപ് നീ അങ്ങനെ പല ഓഫീസേഴ്സിനെയും കണ്ടിട്ടുണ്ടാവും, എന്നാല് ഞാൻ അങ്ങനെ ഒരുത്തനല്ല. നിനക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറ, നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അപ്പോഴാണ് അബ്ദു പറയുന്നത് സാറേ സാധാരണ റോബോട്ട് കടയിലേക്ക് വരുമ്പോ അങ്ങേർക്ക് ഫുഡ് കൊടുക്കാൻ കടയിലെ എല്ലാ ആളുകൾക്കും ഭയങ്കര താല്പര്യമാണ്. അതിന് മത്സരം വരെ ഉണ്ടാവാറുണ്ട്. കാരണം റോബോട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് നല്ല ടിപ്പ് വരും. അതുമാത്രമല്ല റോബോട്ടിന് എന്നോടൊരു പ്രത്യേക താല്പര്യമായിരുന്നു. അവസാനമായിട്ട് കണ്ടപ്പോ റോബോട്ട് എന്നോട് പറഞ്ഞത് ആ കാട്ടിലൊരു വെള്ള മൂങ്ങയുണ്ടെന്നും രാത്രി ടൈമില് അതിന്റെ ഫോട്ടോ എടുക്കാൻ പോണെന്നാണ്. എന്നോട് കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു. എന്നാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ കുറെ പൈസ തരാന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ പോവാന്ന് സമ്മതിച്ചതാ. അതായത് അന്ന് രാത്രി റോബോട്ടിന്റെ കൂടെ അപ്പവും ആ ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം നമ്മൾ ഒന്നിച്ചു പോയപ്പോ റോബോട്ട് സാറ് അങ്ങേരാണ് എന്നോട് പറഞ്ഞത് ഇനി നമുക്ക് 2 പേർക്ക് കാട്ടിന്റെ 2 ഭാഗത്തേക്ക് പോയി അന്വേഷിച്ച് നോക്കാന്ന്. പോകുന്ന വഴി മനസ്സിലാക്കാൻ ഓരോ ഭാഗം നമ്മൾ നോട്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നേ. എന്നാൽ കുറച്ചു ദൂരം ഞാൻ പോയപ്പോഴാണ് കാട്ടിന്റെ ഉള്ളിലുള്ള ആ ഒരു വനയക്ഷിയിലെ അതിനെ ഞാൻ കാണുന്നേ. അപ്പൊ ഹീറോ അല്ല എന്ത് വനയക്ഷിയോ? സാറേ നമ്മുടെ കാട്ടില് അങ്ങനെ ഒരു ശക്തിയുള്ളതായിട്ട് എല്ലാരും വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ മുമ്പ് കണ്ടിരുന്നില്ല. അന്നാണ് ഞാൻ നേരിട്ട് കാണുന്നേ. ആ രൂപം നേരിട്ട് കണ്ടപ്പോ മുട്ടും നെഞ്ചൊക്കെ വരച്ചിട്ട് ജീവൻ രക്ഷിക്കാന് അവിടെ നോട് തള്ളിയിരുന്നു സാറേ. ഞാൻ കരുതിയത് റോബോട്ട് സാറില്ലേ അങ്ങേരും അതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നോടി രക്ഷപ്പെട്ടു വന്നോളൂന്നാണ്. എന്നാൽ അടുത്ത ദിവസമാണ് അങ്ങേര് മരണപ്പെട്ടു പോയ കാര്യം ഞാൻ അറിയുന്നേ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് 2 ഫോറസ്റ്റ് ലേഡി ഓഫീസേഴ്സിനെയാണ്. അതിൽ ഒരു പെൺകുട്ടിയുടെ പേര് സെൽവി, മറ്റൊരു പെൺകുട്ടിയുടെ പേര് കാത്തി. ഈ കാത്തിയാണ് നമ്മുടെ ഈ കഥയിലെ നായിക. അങ്ങനെ 2 പേരും അന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് അവരുടെ റൂമിലേക്ക് പോവാണ്. നോർമലി ആ ഒരു ഫോറസ്റ്റിലൂടെയല്ലേ അവർ പോവാറ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോ സെൽവിക്ക് പീരിയഡ്സ് പെയിൻ സ്റ്റാർട്ട് ആവാണ്. അത് നമ്മുടെ കാത്തിക്ക് മനസ്സിലായപ്പോ സെൽവിയുടെ കയ്യിലാണെങ്കിൽ പാഡില്ല. അപ്പോൾ കാത്തിയാണെങ്കിൽ എന്റെ കയ്യിൽ എക്സ്ട്രാ ഒരു പാഡുണ്ട്. അങ്ങനെ ആ പാഡ് കൊടുത്തിട്ട് അവളോട് മാറ്റാൻ പറയാണ്. അങ്ങനെ കുറച്ച് മാറ്റിയിട്ട് അവള് പാഡ് മാറ്റാൻ പോവാണ്. സെൽവയെ കാത്തിട്ട് നമ്മുടെ കാത്തി നിൽക്കുന്നില്ലേ. എന്നാൽ അപ്പോഴാണ് എന്തോ ഒരു വിചിത്രമായിട്ടുള്ള ശബ്ദം ആ കാട്ടിന്റെ ഉള്ളിൽ കേൾക്കുന്നത്. അവൾക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. സെൽവി കഴിഞ്ഞില്ലേ, വേഗം വാ, ഇവിടുന്ന് വേഗം പോയി കളയാം. അതിനുള്ളിൽ സെൽവി തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ 2 പേരും കൂടി അവൾ
അവിടുന്ന് തിരിച്ചു നടന്നു പോവാണ്. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോ പെട്ടെന്ന് സെൽവിയുടെ കാലൊരു ട്രാപ്പിൽ കുടുങ്ങിപ്പോവാണ്. അവളാണെങ്കിൽ വേദനയിൽ പൊളഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ട്രാപ്പിൽ നിന്ന് അവളെ രക്ഷിക്കാനായിട്ട് കനമുള്ള എന്തെങ്കിലും സാധനം വേണം. അപ്പോ അവള് പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ കാട്ടിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാന് കാതി അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ സെൽവിയുടെ മുമ്പിലേക്ക് ആ ഒരു വനയക്ഷിയില്ലേ അത് വരികയാണ്. ആ ഒരു കാഴ്ച കണ്ട് സെൽവി പേടിച്ച് വിറച്ചിട്ട് കാത്തി വിളിച്ചു പറയുന്നുണ്ട്, കാത്തി ആ വനയക്ഷി വരുന്നുണ്ട്, എന്നെ രക്ഷിക്ക്, ഓടിവാ. അത് കേട്ടിട്ട് ഹീറോയിൻ ഓടി വരുമ്പോ അവളുടെ കാലിൽ എന്തോ തട്ടിയിട്ട് അവള് തെറിച്ച് വീണു പോണ്. ഇവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നമ്മുടെ സെൽവിക്ക് എന്താണ് പറ്റിയത്, അതുപോലെ കാത്തിക്ക് എന്താണ് പറ്റിയത്, ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ അടുത്ത എപ്പിസോഡില് കുറച്ച് നാളുകൾക്ക് മുൻപ് ചെന്നൈയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ഏതോ ഒരു റൗഡി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അടച്ചു വെച്ച സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോവാണ്. അവിടെ ഉണ്ടായിരുന്ന റൗഡി എടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. എന്നാല് അവനും ആള് ചില്ലറക്കാരനല്ല, ഹീറോയ്ക്ക് നല്ല ടഫ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായിട്ടുള്ള ഫൈറ്റിന് ശേഷം അവസാനം അവനെ ഹീറോ നിലം പരിശാക്കാണ്. അതിനുശേഷമാണ് അവൻ തട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടിയിലെ അവളുടെ അരികിലേക്ക് ഹീറോ വരുന്നേ. എന്നാലും നോക്കുമ്പോ അവൾക്ക് അനക്കൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ ഇവള് മരണപ്പെട്ടു പോയിട്ടുണ്ടാവോ? ഹീറോ അവളെ തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കെന്ന് പറയുമ്പോ പെട്ടെന്ന് അവള് ശ്വാസം എടുക്കാണ്. ഭാഗ്യത്തിന് അവളുടെ ജീവന് ആപത്തൊന്നും പറ്റിയിട്ടില്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പറ്റിയല്ലേ ഹീറോയ്ക്ക് സമാധാനം വന്നിട്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പോലീസ് ഹയർ ഓഫീസേഴ്സിലെ നമ്മുടെ ഹീറോ ഇപ്പൊ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് പറയാണ്. എന്നാല് ഇത്രയും നാളും നമ്മുടെ ഹീറോയെ ഒരു ഡെമി പോലീസായിട്ട് മാത്രമേ ഇവര് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ ഹീറോയുടെ ഒരു കണ്ണിന് അപകടം പറ്റിയിട്ട് ആ കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് തന്നെ ടഫായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നമ്മുടെ ഹീറോയ്ക്ക് ഇവർ കൊടുക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു കണ്ണിന്റെ കാഴ്ച വെച്ചിട്ട് തന്നെ നമ്മുടെ ഹീറോ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് തന്നെ പോലീസ് ടീമിലെ മുതൽക്കൂട്ടായിട്ടുള്ള നല്ല കഴിവുണ്ടായിരുന്ന നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു പഴയ പോസ്റ്റിംഗ് തിരിച്ചു കൊടുക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയുടെ മുഖം കഴുകുമ്പോഴാണ് ഹീറോയുടെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള കണ്ണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, മറ്റേ കണ്ണിന്റെ ഭാഗത്ത് ഒന്നുമില്ലാത്തതായിട്ട് നമ്മൾ കാണുന്നത്. അടുത്ത സീനില് ഫോറസ്റ്റ് ഓഫീസർ സത്യയില്ലേ നമ്മുടെ ഹീറോയിൻ കാത്തിയോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ രാത്രി ശരിക്കും എന്താ സംഭവിച്ചേ? അപ്പോഴാണ് സെൽവി രക്ഷിക്കാൻ പോയ ശേഷം എന്താ സംഭവിച്ചെന്നുള്ള പറയുന്നത്. അവളെ രക്ഷിക്കാൻ ഓടിപ്പോയപ്പോ പെട്ടെന്ന് ഇവള് തെറിച്ച് വീണിരുന്നില്ലേ. അവള് ഓടി സെൽവിയുടെ അരികിലേക്ക് വന്നപ്പോ ആ ഒരു വനയക്ഷിയുടെ രൂപമില്ലേ അവരുടെ നേരെ മുൻപില് കുറച്ചു ദൂരെ ഒരു മരത്തിനുള്ളിലേക്ക് കയറി പോകുന്നതായിട്ട് അവര് രണ്ടുപേരും കാണുകയാണ്. അപ്പോ സത്യ ചോദിക്കുന്നുണ്ട്, ആ രൂപം അതെങ്ങനെയുണ്ടായേ? എങ്ങനെയാന്ന് ചോദിച്ചാല് മനുഷ്യനാണോ സ്ത്രീയാണോ ഏതെങ്കിലും മൃഗാണോ ഒന്നും പറയാൻ പറ്റില്ല, വ്യത്യസ്തമായിട്ട് കൊമ്പൊക്കെ ഉണ്ടായിരുന്ന എന്തോ ഒരു രൂപം. അപ്പോൾ സെൽവി പറയുന്നുണ്ട്, അതിന്റെ പേര് വനയക്ഷിയാന്ന് സാറോട് പറ. സാറേ, ഞാൻ ആ രൂപത്തെ എന്റെ അടുത്ത് കണ്ടതാ, അതിനെ കണ്ട് വല്ലാതെ ഞാൻ പേടിച്ചു പോയി. വേഗം തന്നെ ഹെൽപ്പിനെ കാത്തി വിളിച്ചു. അവളും ഓടി വന്നപ്പോ അവളും കണ്ടതാ, എന്നാൽ അവള് പേടിച്ചിട്ടാ അതിനെക്കുറിച്ച് പറയാത്തെ. ഈ ഒരു വനയക്ഷി ആരാന്ന് വെച്ചാല് ഫോറസ്റ്റിനെ രക്ഷിക്കുന്ന ഒരു കാവൽ ദൈവമായിട്ടാണ് പല ആളുകൾ കണ്ടുവരുന്നത്. അങ്ങനെ പല കെട്ടുകഥകളും ആ ഒരു ഗ്രാമത്തിലുണ്ട്. നമ്മുടെ സത്യത കേട്ടിട്ടുണ്ട്. അതുപോലെ ആ ഒരു കഥ വിശ്വസിച്ചിട്ടായിരിക്കാം ചിലപ്പോ ഭയന്നു പോയിട്ട് ഇവര് പറയുന്നുണ്ടാവാന്ന് സത്യക്ക് തോന്നുകയാണ്. ദേഷ്യത്തില് സത്യ പറയുന്നുണ്ട്, നിങ്ങള് ഓഫീസേഴ്സ് അല്ലേ, എന്നിട്ടാണോ ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്നത്? അപ്പോ ഇർഫാൻ സത്യയെ കൂട്ടിക്കൊണ്ടിട്ട് പറയുന്നുണ്ട്, സാറേ അവരോട് ദേഷ്യപ്പെടണ്ട, രാവും പകലൊക്കെ കഷ്ടപ്പെടുന്നല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ചില ഇല്യൂഷൻസ് ആയിരിക്കാം. കുറച്ച് റെസ്റ്റ് കൊടുത്താല് അവരുടെ മൈൻഡ് കാമാവും, എല്ലാം റെഡിയാവും. അപ്പോൾ സത്യം പറയുന്നുണ്ട്, എന്നാൽ ആ രണ്ട് പെൺകുട്ടികൾക്ക് ഒരു ദിവസത്തേക്ക് ലീവ് കൊടുത്തേക്ക്, അവർ റെസ്റ്റ് എടുത്തോട്ടെ. അടുത്ത സീനില് നമ്മുടെ ഹീറോയില്ലേ നേരെ റോബോട്ടിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കാണാൻ പോവാണ്. ആ ഒരു റിപ്പോർട്ട് ചെയ്യണം, കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. എന്നാൽ ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുന്നതിന് മുൻപാണ് തന്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ചിത്രയും അയ്യനാരും വിളിച്ച് പറയുന്നത്. ദേഷ്യത്തിൽ അയ്യനാര് അയാൾ നമ്മളോട് ലേറ്റ് ആയിട്ട് ഈ കാര്യം പറഞ്ഞതിനെന്നറിയോ, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് ഹയർ ഓഫീസേഴ്സിന് മുമ്പിൽ ഡ്രാമ കളിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഡോക്ടറോട് റോബോട്ടിന്റെ മരണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് റോബോട്ട് മരണപ്പെട്ടത് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ്. അപ്പൊ ഹീറോ, അത് നോർമലായിട്ട് സംഭവിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൃത്രിമമായിട്ട് കാർഡിയാക് അറസ്റ്റ് സംഭവിപ്പിച്ചതാണോ? അപ്പൊ ആ ഒരു ഡോക്ടറില്ലേ ചില ജീവികളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു ജീവികൾ ഉപയോഗിച്ചിട്ട് കൃത്രിമമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡോക്ടറോട് താങ്ക്സും പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഹീറോ അസിസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട്, ഇതിനു മുൻപ് ഇതേപോലുള്ള പാറ്റേണിൽ ഏതെങ്കിലും മരണം നടന്നിട്ടുണ്ടോ? അപ്പൊ അയ്യനാര്, ഇല്ല സാറ്, മുൻപ് നടന്നതായിട്ടൊന്നും അറിയില്ല. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ ഇനി അതുപോലെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊരു പാറ്റേൺ ഉണ്ടാക്കി അത് യൂസ് ചെയ്ത് കൊലപ്പെടുത്തണമെങ്കിൽ എന്തായാലും ഒരു മോഡലിൽ നിർത്താൻ സാധ്യതയില്ല, ചിലപ്പോ മുൻപ് നടന്നിട്ടുണ്ടോ? അപ്പൊ ചിത്ര, അല്ല സാറേ, ഇതിനു മുൻപ് അങ്ങനെ മരണം നടന്നിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവണ്ടേ, എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഹീറോ, അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു നോക്കണം. അങ്ങനെ അവര് 3 പേരും ആ ഒരു ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ കാണാൻ അവരുടെ സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, സാറേ, ഇതിനു മുൻപ് ഒരു ലേഡി ഓഫീസറും
അതുപോലെ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവര് ആ ഒരു ഓഫീസറെ കാണാൻ പോകുമ്പോൾ റോബർട്ട് കൊല്ലപ്പെട്ടില്ലേ, അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബാല എന്ന ഒരാൾ കൂടി ആ കാട്ടിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവന്റെ ബോഡി കിട്ടുമ്പോഴും അവന്റെ ശരീരവും ആ ഒരു ചിലന്തി വല വെച്ചിട്ടായിരുന്നു ചുറ്റിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അവർ പറയുന്നുണ്ട് സാധാരണ കാട്ടിൽ ഇതുപോലെ മൃഗങ്ങൾ ചത്തു കിടക്കാറുണ്ട്, എന്നാൽ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ചിലന്തി വല കിട്ടുമ്പോൾ കുറേയധികം നാളുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസം മുമ്പ് മരണപ്പെട്ട ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്ര പെട്ടെന്ന് അങ്ങനെ ചിലന്തി വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അതിന് സാധ്യത വളരെ കുറവാണ്. ഇത് കണ്ടപ്പോൾ നമ്മൾ പോലും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അടുത്ത സീനില് നമ്മുടെ സെൽവിയിലെ തന്റെ ജോലി തന്നെ ഒഴിവാക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. കാരണം സെൽവിക്ക് 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ ഒരു കുഞ്ഞിനെ ഫാമിലിയിൽ ഏൽപ്പിച്ചിട്ടാണ് സെൽവി ഈ ജോലിക്ക് വന്നേ. എന്നാൽ കൺമുമ്പില് ആ ഒരു വനയക്ഷയെ കണ്ടില്ലേ, തന്റെ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ, അതുകൊണ്ട് ജോലി വേണ്ടാന്ന് വെച്ച് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകാൻ പോണെന്ന് നമ്മുടെ ഹീറോയിൻ കൈദിയോട് പറയുന്നുണ്ട്. കൈദി, പിന്നെ നീ ഇവിടെ നിൽക്കണ്ടാട്ടോ, നിന്റെ ജീവന് ആപത്താ, നീ എങ്ങോട്ടെങ്കിലും വേഗം പോയിക്കോ. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട്, അല്ല സെൽവി നിനക്കറിയില്ലേ എനിക്ക് ആരാ ഉള്ളേ, ഞാൻ എങ്ങോട്ടാ പോണ്ടേ? ഹീറോയ്ക്ക് അച്ഛനും അമ്മയും ആരുമില്ല, അനാഥയാൻ തോന്നുന്നുണ്ട്. അപ്പൊ സെൽവി, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുനാള് എന്റെ കൂടെ എന്റെ വീട്ടിലൊന്നു നിന്നോ. അത് വേണ്ട സെൽവി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അങ്ങനെ സെൽവി തന്റെ ഗ്രാമത്തിലേക്ക് പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ കൈദിയിലെ നേരെ ചർച്ചിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മദറിന്റെ ഫോട്ടോ നോക്കിയിട്ട് സങ്കടത്തില് അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കാത്തിയെ എടുത്തു വളർത്തിയത് ഈ ഒരു മദറാണ്. കുറച്ചു നാളായിട്ട് ആ മദറിന് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആ ഒരു മദറിനോട് കൈതി പറയുന്നുണ്ട്, എന്നെ വിട്ട് അമ്മ എവിടെയും പോലെ, അമ്മയും കൂടി പോയാല് ഞാൻ അനാഥയായി പോകില്ലേ, നീ വെറുതെ ആവശ്യമില്ലാത്ത നോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ മദർ സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ കുറച്ചു നേരത്തെ ബാലയുടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ആക്സിഡന്റ് ആയിട്ടാണ് പോലീസ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ സെയിം പാറ്റേണിൽ റോബർട്ടിന് മരണം സംഭവിച്ചുകൊണ്ട് തന്നെ ഹീറോയ്ക്കും ടീമിനും ബാലയുടെ മരണത്തിലും സംശയം വന്നിട്ടില്ലേ. അതുകൊണ്ട് ബാലയുടെ ഒരു അമ്മാവനെ കണ്ടിട്ട് അങ്ങേരോട് ബാലയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചോദിക്കുകയാണ്. അതിനുശേഷം ബാലയുടെ വൈഫിനെ കാണാൻ വരികയാണ്. അവരോട് ബാലയുടെ സ്വഭാവത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങേര് പാവമായിരുന്നു, ഒരിക്കലും എന്നോട് കയർത്ത് സംസാരിക്കുകയോ എന്റെ ശരീരത്തിൽ കൈവെക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഹീറോ, നിങ്ങളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടത് ആക്സിഡന്റ് ആയിട്ടാണ് പോലീസ് കേസ് ക്ലോസ് ചെയ്തിട്ടില്ലേ, നിങ്ങളും അത് വിശ്വസിക്കുന്നുണ്ടോ? അവര് ചോദിക്കുന്നുണ്ട്, പോലീസ് അങ്ങനെയല്ലേ പറഞ്ഞേ, പോലീസ് എന്ത് പറഞ്ഞു എന്നല്ല, നിങ്ങൾക്കും അത് ഒരു ആക്സിഡന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ബാലയുടെ മരണം സംഭവിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും അങ്ങയുടെ സ്വഭാവത്തിൽ മാറ്റമുള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഭാര്യ ഒന്ന് ശരിക്കും ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങയുടെ മരണം സംഭവിക്കുന്നതിന് കുറച്ച് നാൾ മുൻപ് ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ എന്തോ ദുസ്വപ്നം കണ്ടുവെന്നും അതുപോലെ പലപ്പോഴും എന്നെ കൊല്ലലെന്നൊക്കെ ഉറക്കത്തിൽ പേടിച്ച് വിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഹീറോ തന്റെ അസിസ്റ്റൻസിനോട് പറയുന്നുണ്ട്, ബാലയുടെ മരണത്തിന് മുൻപ് ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു അതൊന്ന് അന്വേഷിച്ച് നോക്ക്. അങ്ങനെ ആ ഗ്രാമത്തിലെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവരും പറയുന്നത് ബാലയുടെ ഭാര്യ പറഞ്ഞ പോലെ തന്നെ അവനേതോ സ്ത്രീയുടെ രൂപം കണ്ടിട്ട് വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അതും ആ ഒരു ഫോറസ്റ്റിന്റെ അരികിൽ വെച്ചിട്ട്. ഇവരൊക്കെ പറയുന്നത് ആ ഒരു വനത്തിലുണ്ടെന്ന് കരുതുന്ന വനയക്ഷിയിലെ അതിനെക്കുറിച്ച് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതിനിടയിലാണ് അവര് ആ ഒരു വനയക്ഷിയിലെ ആ ഒരു കാട് പ്രൊട്ടക്ട് ചെയ്യുന്ന കാവൽ ദൈവം അതിനെക്കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അവർ കാണുകയാണ്. ജനങ്ങളൊരു കാവൽ ദൈവമായിട്ടാണ് വനയക്ഷിയെ കാണുന്നെങ്കിലും അതിനെ നേരിട്ട് കണ്ടാലേ എല്ലാവരും ഭയന്നു പോകും. അതിന്റെ രൂപം അത്രക്ക് വികൃതമാണ്. എന്നാൽ ഇത് നമ്മുടെ ഫോറസ്റ്റിൽ മാത്രമല്ല, പല ഫോറസ്റ്റിലും വെച്ചിട്ട് വനയക്ഷിയുടെ സാന്നിധ്യം കണ്ടതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ റൂമില് ആ ഒരു കേസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയുടെ ഒരു ഭാഗത്ത് ഹീറോയ്ക്ക് വല്ലാതെ വേദനയാവാണ്. അതായത് നമ്മുടെ ഹീറോയുടെ കണ്ണിന് ഒരു പ്രശ്നമില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വേദന വരുന്നത്. അപ്പോൾ കണ്ണില് ഡ്രോപ്സ് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രോപ്സ് എടുക്കാൻ നോക്കുമ്പോൾ പിന്നിൽ ഏതൊരു രൂപം നിൽക്കുന്ന പോലെ ഹീറോയ്ക്ക് തോന്നുകയാണ്. പെട്ടെന്ന് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോ ധരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജാക്കറ്റില്ലേ അതായിരുന്നു അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം ഏതൊരു രൂപം പോലെ തോന്നിയെന്ന് ഹീറോ കരുതാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു കോൺട്രാക്ടറെയാണ്. അങ്ങേരെ ഒരു ഫോറസ്റ്റിന് അരികിലുള്ള സൈറ്റിൽ ജോലി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചു നാളായിട്ട് അവിടെ ജോലി ശരിക്കും പോകുന്നില്ല. അതായത് ജോലിക്കാർ ഇടക്കിടക്ക് ലീവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനാണ് കൺട്രോളറെ കാണാൻ വരുന്നത്. അങ്ങേരോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സാറേ ഈ കാട്ടിന്റെ ഉള്ളിലല്ലേ കുറച്ച് നാള് മുൻപ് ആ ഒരു വനയക്ഷി കാരണം റോബർട്ട് മരണപ്പെടുന്നത്. ആ ഒരു കാര്യം ഇവിടെയൊക്കെ പാട്ടാണ്. അത് കേട്ടിട്ടാണ് ജോലിക്ക് വരുന്ന ആൾക്കാരും പേടിച്ചിട്ട് സൈറ്റിലേക്ക് വരാത്തെ. എന്നാൽ കോൺട്രാക്ടർ പറയുന്നുണ്ട്, ഇനിയിപ്പോ ആര് പേടിച്ച് വന്നിട്ടില്ലെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ. നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തുനിന്ന് കുറച്ച് ഹിന്ദിക്കാരെ ഇറക്കാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇവളുടെ പേരാണ് സംഗീത തന്റെ ചേച്ചിയുടെ മകള് ധനുവായിട്ട് രാത്രി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുത്തശ്ശി കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിങ്ങോട്ട് വാ. എന്നിട്ട് സംഗീതയോട്, അല്ല മോളെ, നീ ഇപ്പോ കുഞ്ഞിന് ഗർഭം ധരിക്കുന്ന ഈ സമയത്ത് ഈ ഭാഗത്തുകൂടി രാത്രി പോകുന്നത് തീരെ നല്ലതല്ല. നിനക്കറിയില്ലേ വനയക്ഷയെ കുറിച്ച്, നിന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലോ? ഇനിയിപ്പോ അർജന്റായിട്ട് പോയാൽ മതിയാവുമെങ്കിൽ കയ്യിൽ എപ്പോഴും ഒരു ഇരുമ്പ് കഷ്ണം കരുതണം. അത് കേട്ടപ്പോ സംഗീതയ്ക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. എന്നാല് ധനത്തിനൊരു പേടിയില്ല. അവള് പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, പണ്ടത്തെ കെട്ടുകഥയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ ആളെ പേടിപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് സംഗീതോട്, ചേച്ചി വെറുതെ അവർ പറയുന്ന കേൾക്കണ്ട,
പോണ്ട, വാ നമുക്ക് പോവാം. അങ്ങനെ അവര് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരട്ടെ. അപ്പൊ അവള്, നീ വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം. അപ്പൊ അവളുടെ ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടറെ കണ്ടിട്ട് എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല ചേച്ചി. അങ്ങനെ അവിടെ നിന്ന് സംഗീത വീട്ടിലേക്ക് വരുമ്പോഴും ആ ഒരു മുത്തശ്ശി പറഞ്ഞ കാര്യം തന്നെയാണ് അവളുടെ മൈൻഡിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും സേഫ്റ്റിക്ക് കയ്യിലൊരു ആണി കരുതാം. അങ്ങനെ ഒരു ഇരുമ്പിന്റെ ആണിയും കയ്യിൽ പിടിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് അവൾ കേൾക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം വരുന്നത് ഒരു മരത്തിന്റെ മുകളിൽ നിന്നാണ്. ആ ഒരു മരത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ മുകളിലുള്ളത് ആ ഒരു രൂപം തന്നെ, വനയക്ഷി തന്നെ. അതിനെ കണ്ട് ഭയന്നിട്ട് അവള് പേടിച്ചു വരച്ച് അവളുടെ വീട്ടിലേക്ക് ഓടി പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോ തന്നെ ആദ്യം വേഗം തന്നെ വാതിലടക്കിയാണ്. എന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് തന്റെ ഹസ്ബൻഡിനെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോ മറുപടി ഒന്നുമില്ല. ഉള്ളിൽ പോയി നോക്കുമ്പോൾ അങ്ങേര് നല്ല ഉറക്കത്തില്ല. കുറച്ചു നേരത്തെ നമ്മൾ കണ്ട കോൺട്രാക്ടർ ഇല്ലേ, അങ്ങേര് തന്നെയാണ് ഹസ്ബൻഡ്. അങ്ങേര് നല്ല ഉറക്കത്തില്ല. അവള് വല്ലാതെ ഭയന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചൊരു വിളക്കൊക്കെ വെക്കുകയാണ്. അപ്പോഴാണ് ആരോ പുറത്തു നിന്നിട്ട് അവരുടെ വീടിന്റെ വാതിൽ തട്ടുന്ന പോലെ അവള് കേൾക്കുന്നത്. അല്ല, അതിപ്പോ ആരായിരിക്കും? ചിലപ്പോ അറിയുന്ന ആരെങ്കിലും ഇരിക്കുവോ? അപ്പോഴാണ് വീട്ടിന്റെ മുകളിലെ ഓടിന്റെ മുകളിലൂടെ ആരോ നടക്കുന്ന സൗണ്ട് അവള് കേൾക്കുന്നത്. അപ്പോ ഉറപ്പായിട്ടും ഇതാ വനയക്ഷി തന്നെയായിരിക്കും. അവള് പേടിച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ വിട്ടേക്ക്, എന്തായാലും ഹസ്ബൻഡിനെ അങ്ങനെ വിളിച്ചു നോക്കാം. അങ്ങനെ റൂമിലേക്ക് വന്നിട്ട് വാതിൽ തുറക്കാൻ നോക്കുമ്പോ വാതിൽ തുറക്കുന്നില്ല. ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇങ്ങനെയൊക്കെ എന്താ സംഭവിച്ചേ? അങ്ങനെ ആ ഒരു വാതിൽ പൊളിച്ചിട്ട് റൂമിലേക്ക് വന്നു നോക്കുമ്പോ ആരോ ഓട് പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രല്ല, കട്ടിൽ കിടന്നുകൊണ്ടിരുന്ന തന്റെ ഹസ്ബൻഡിനെ അവിടെ കാണാനേ ഇല്ല. അല്ല, അങ്ങേര് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, എങ്ങോട്ട് പോയേ? ഒന്നും മനസ്സിലാവാതെ അവള് ഷോക്കായി നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ കഥയുടെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു സീരീസില് മൊത്തം 10 എപ്പിസോഡുണ്ട്. ഏകദേശം ഒരു 9 മണിക്കൂറിനടുത്ത് വരുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ള എപ്പിസോഡിലൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത പാർട്ടിലൂടെ കണ്ടളയാം. ശരിക്കും കഥയുടെ ഇന്റൻസിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ട്വിസ്റ്റുകള് പൊട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഉറപ്പായിട്ടും തരച്ചിരുത്തുന്ന വേറെ ലെവല് സീനും കഥകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുക. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.